ഇതാ എന്റെ കുട്ടി മിടുക്കി കണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുത്തോ അവള് പഠിക്കുന്നത്? എവിടെ നീ എവിടെ പഠിക്കുന്നത്? നീ ഇവനെ മുന്തല്ലേ അന്നൊന്ന് പറഞ്ഞിട്ട് കിച്ചുടാ. മതി മതി മതി. നാളത്തെ കഴിഞ്ഞ് മറ്റന്നാ പരീക്ഷ അല്ലേ? നിനക്ക് പരീക്ഷ ഉണ്ട്. ഇതാ പോ നീക്ക് ബുക്ക് എടുക്ക്. മറ്റന്നല്ലേന്ന് നാളെ പഠിക്കാത്ര അവന്. സത്യമായിട്ടും അവന് ചെലപ്പോ കുട്ടിക്ക് കുട്ടീനെ തന്നെ നല്ല വിശ്വാസം ഉണ്ട്. അത്യാവശ്യം അവൻ പഠിക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കുറച്ച് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ അതാ അച്ചുവിന്റെ കയ്യേഷം കണ്ടാ? അച്ചുട്ടിന്റെ കയ്യേഷം കണ്ട? അതാണ്ടാ അച്ചുട്ടിന്റെ കയ്യേഷം. എന്റെ കയ്യേഷം ഒന്നും വൃത്തിയേ ഇല്ല കേട്ടോ. കണ്ടോ? അവള് ഇംഗ്ലീഷ് മീഡിയം ആയതും കൊണ്ട് കൂട്ടക്ഷരം. ഇതെന്താ ഇന്ന് വായിച്ചെന്നാ? അവളുടെ കയ്യേഷം നിന്റെ കയ്യേഷം എടുക്ക്. അവള് കൂട്ടക്ഷരം എഴുതി. എടുക്ക്. എന്താന്നറിയോ? ഒരാളെ പൊന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാ വേറൊരാൾക്ക് വെട്ടുന്ന കുശുമ്പ് കയറിട്ടോ. കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചു കൊടുക്കട്ടെ. അവള് കൂട്ടക്ഷരല്ലോ. അവ ഇന്ന് പഠിച്ചോളെ. പഠിച്ചോ. മതി കുഞ്ഞാ പോ. ടി വി കാണാനൊന്നും സമയം കിട്ടില്ല കേട്ടോ. ഞാനും അങ്ങനെ വൈകുന്നേരത്തെ അങ്ങനെ ടി വി കാണാനൊന്നും പോയില്ല. നമ്മളൊന്നല്ലെങ്കിൽ ചിലപ്പോ ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാന് ആ സമയത്തല്ലേ സമയം കിട്ടുക. അപ്പൊ ഇരിക്കും. കിച്ചിട്ടാ ഇന്ന് പഠിക്ക്. അമ്മൂന്റെ പഠിക്കുന്ന റൂം അതാ മെഷീൻ വെച്ചോടാണ് കേട്ടോ. അച്ചുവിന്റെ റൂം അച്ചു കടക്കണോടം. കിച്ചുവിന്റെയും കുഞ്ഞന്റെയും റൂമാണ് ഇത്. നമുക്ക് കുഞ്ഞമ്പടെ വന്നിരുന്ന് പഠിക്കില്ലേ? കുഞ്ഞമ്പടെ വന്നിരുന്ന കിച്ചു അവിടെ കൂട്ടോ. അച്ചുവിന് ശല്യം ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്ന് വായിക്കേ. കളി വേറെ കാര്യം വേറെ. അമ്മൂനെന്താ സൈലന്റ് ക്ലാസ്സോ? അമ്മൂട്ടി സൈലന്റ് ക്ലാസ് ഓൺലൈനിൽ സൗണ്ട് കമ്മിയാക്കിട്ട് വെക്കട്ടോ. ഈ എവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് പോന്നു? എവിടുന്ന് നിനക്ക് ബൂമർ കിട്ടി? ബേഗിന്ന് എങ്ങനെ ബൂമർ കിട്ടി? ആരെ ബൂമർ എന്ന കുഞ്ഞോ? ബൂമർ തുപ്പിക്കളി. പുറത്തോണ്ട് അവിടെ കൊണ്ട് തുപ്പിക്കളി. അവിടെ റോട്ടിക്ക്. അത് കൂട്ടുകാരൻ തന്നതാണോ? ചില ബൂമർ വേണ്ട പൊന്നിയാ. ഇതാണ് നമ്മുടെ സുകന്യയുടെ റൂം കേട്ടോ. സുകന്യയുടെ റൂം നമ്മള് കാണിച്ചിരുന്നതാണ് അല്ലേ? സുകന്യയുടെ റൂമില് ഈ റൂമിൽ നമ്മൾ സീലിംഗ് ഒക്കെ അടിച്ചിട്ടുണ്ട്. സീലിംഗ് അടിച്ചിട്ട് സീലിംഗ് പൊട്ടി വീണ് കഴിഞ്ഞിട്ട് ഇതാ സുകന്യയുടെ റൂം കാണിക്കട്ടെ. സുകന്യയുടെ റൂം ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. സുകന്യ കാണിക്കാൻ വേണ്ടി പോയാ സുകന്യ വേണ്ടാ പറയും. പിന്നെ എങ്ങനെ കാണിക്കാനാണ്? അത് കല്യാണ ഫോട്ടോയില് ഇതാണ്ടോ കുഞ്ഞൻ ഉള്ള സമയത്തുള്ള ഫോട്ടോയാണ് കേട്ടോ. കുഞ്ഞൻ ചെറുതാവുമ്പോ കണ്ടാ സുകന്യയും സതിയേട്ടനും. ഇതൊക്കെ പൊടി പിടിച്ചിട്ട് അവളുടെ റൂമിൽ കിടക്കുന്നു. തുടയ്ക്കൂല മടിച്ചി. കുറച്ച് നേരം ഒരു പൂച്ചയുടെ കാർട്ടൂൺ ഉണ്ട് കേട്ടോ. അതൊന്ന് കുറച്ചു നേരം കാണും. ഇപ്പൊ ഇതില്ലെങ്കിൽ അങ്ങനെ ഒന്നും പറ്റില്ല. ഞാനത് എടുത്ത് മാറ്റിയതിനെ സൗണ്ട് കുറച്ചതിന് എന്നോട് തെറ്റിക്കായിരുന്നു. എന്താ അവന്റെ ദേഷ്യം വരലെന്നറിയോ? പൊന്നു ഹായ് പറയ്. ഇല്ല ഇങ്ങോട്ടാണ് നോക്കണ കൂടി ഇല്ല. സൗണ്ട് വേണോ? ഒന്ന് അമ്മയ്ക്കുതാ കണ്ടോ? അമർത്ത് നോക്കി നോക്ക്. ഇത് വേണ്ടമ്മ, കണ്ണ് കേട് വരും. ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്താ. അമ്മയ്ക്ക് കൊണ്ടു കൊടുത്താ. സുകന്യക്ക് കൊണ്ടു കൊടുത്താ. കണ്ടോ എന്റെ അടുത്തൊക്കെ അവർത്താ പറയാ. തെറ്റി ഫോണ് പാത്തേക്ക് നോക്കിയൊക്കെ ദേഷ്യം വന്നൊക്കെ അവന്.
പൊന്നാരി അതാ 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 ഇത് കുടുങ്ങിട്ടാ പാത്രം കുടുങ്ങിട്ടാ. ചെക്കന്റെ ദേഷ്യം നോക്ക് ചെക്കന്റെ. അയ്യോ ഫോണ് പോയില്ലേ. നീ മീൻ വറക്കല്ലേ മാ. മത്തൻ കൂട്ടാൻ വെച്ചുട്ടോ. അതാണ് പിന്നെ വീഡിയോയില് കൂട്ടാൻ വെക്കുന്ന കാണിക്കാഞ്ഞത്. മത്തന് പരിപ്പും മത്തനും കൂട്ടാൻ വെച്ചു. പിന്നെ ഒരു കായക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു പഴുപ്പിക്കാൻ വെക്കാന്. അത് എന്താ അതിന്റെ തലപ്പ് ഭാഗം എടുത്തിട്ടേ ചെറിയ കായ എടുത്ത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ മീൻ വാങ്ങിയിട്ട് വറക്കുകയും ചെയ്തിട്ട്. ഇന്നലെ മീൻ വാങ്ങിയതാണ്. ആ മീൻ ഇവിടെ ആർക്കും ഇഷ്ടമായില്ല. ഒരു മുള്ളന് നല്ല പരവി അല്ലാത്തൊരു മീനിലമ്മ. എന്താണെന്നറിയില്ല. നേരേക്ക് ഇന്നലെ വരഞ്ഞ മസാലയൊക്കെ തിരുമ്പി വെച്ചാണ്. ആർക്കും ആ മീൻ ഇഷ്ടായില്ല. എന്താണ് ആ ചോറും മറ്റേ അങ്ങനെ അത് കൂടെ കളഞ്ഞു. അവൻ കഴിക്കട്ടെ. അത് നേരെ വൃത്തിയിൽ കഴിക്കണല്ലോ. ഇപ്പൊ എന്താ പറ്റിയത്? പോന് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി. പൊന്നൂസേ പാട്ട് പാടട്ടെ? പൊന്നു അമ്മ പാട്ട് പാടട്ടെ? ആരാ നിങ്ങടെ കാത്തു, ഞാനാ നിങ്ങടെ കാത്തു, ആര് പറഞ്ഞു മ്യാവൂ മ്യാവൂ. എങ്ങനെ പാടിയ കുഞ്ഞിന്റെ പഠിപ്പ് കഴിഞ്ഞോ? ഏട്ടാ പാട്ട് പാടുമ്പോ കേട്ടാ. അമ്മ ചേരില്ല അല്ലേ? ബുക്ക് എടുത്തിട്ടോ. അതാ 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 എന്താണ് അവര് പാട്ട് പാടി കൊടുക്കാനേ. കുട്ടി എന്താ തിന്നണ്? ബെല്ലം. എന്താ തിന്നണ്? ബെല്ലം. എന്താ നോക്കണം നോട്ടം. തെറ്റി. എന്താ അമ്മ നടക്കണ്ട്. കുട്ടി പുറത്ത് കയറിക്കോ. അമ്മയ്ക്ക് അതാ പുറത്ത് കയറിക്കോ പറയുമ്പോ ഇതാ വരുന്നു. ഇന്നിപ്പോ കുഞ്ഞിനെന്തെങ്കിലും പഠിപ്പിച്ചിട്ട് വിട്ടാക്കും. ഇരിക്കു കുഞ്ഞവിടെ. പറഞ്ഞു കൊടുക്കണ്ട, അവൻ വായിക്കട്ടെ. കടലും കരയും നീലേ. അവൻ ഡാൻസ് കളിക്കണേ. ഡാൻസ് കളിക്ക. അടിപൊളി. ഇതാണ് അവസ്ഥ. കറണ്ട് ഇല്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് ഇല്ല എന്നല്ല, മണ്ണെണ്ണ ഇല്ല. ഡീസല് വാങ്ങിയ ചെക്കായിരുന്നു കേട്ടോ. ഡീസലും കഴിഞ്ഞേക്കണു. മണ്ണെണ്ണ വിളക്കിൽ കത്തിക്കാനൊന്നും ബാക്കിയുള്ളടുത്ത് ഓട്ടോയിൽ ഒഴിച്ചു. അതെ. ഡീസലും കഴിഞ്ഞേക്കണു. ഡീസൽ വാങ്ങിയിട്ടാണ് ഇപ്പൊ മണ്ണെണ്ണയിൽ ഒഴിച്ചിട്ട് കത്തിക്കുന്നത് കേട്ടോ. ഡീസൽ വാങ്ങിയിട്ട് മണ്ണെണ്ണയിൽ ഒഴിച്ചിട്ടല്ല, ഡീസൽ വാങ്ങിയിട്ട് മണ്ണെണ്ണ വിളക്കിൽ ഒഴിച്ചു. ഡീസൽ വാങ്ങിയിട്ട് മണ്ണെണ്ണയിൽ ഡീസൽ വാങ്ങിയിട്ട് മണ്ണെണ്ണ വിളക്കിൽ കത്തിക്കുന്നത് കേട്ടില്ലായിരുന്നു. ഡീസൽ വാങ്ങിയിട്ട് മണ്ണെണ്ണയിൽ ഒഴിച്ച് കത്തിച്ചു എന്നാ അറിയുന്നത്. സോറി. മണ്ണ് ശിവന്റെക്ക് ഇപ്പൊ എത്താൻ നേരം വൈകി. മണ്ണെണ്ണ ഡീസലാകൊണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റും. ഒന്ന് ക്ഷമിച്ചേക്കണേ പറഞ്ഞല്ലേ. എന്താ ഗ്യാസ് കത്തിക്കണ ലൈറ്റർ വാങ്ങിയിട്ടാവും. നമ്മുടെ പഴയ ലൈറ്ററിന്റെ കോലം കണ്ടോ? അത് വൈകാണ്ടപ്പോ അങ്ങനെ ആക്കുമല്ലോ. ഇത് വാങ്ങിയിട്ട് അധികം ആയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ പൊന്നൂസും കുഞ്ഞുണ്ണിയൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതെടുത്തിട്ട് പോകും. പിന്നെ ഇതാ പച്ചക്കറി വണ്ടി. നമ്മക്ക് ഒരാഴ്ചക്കുള്ള പച്ചക്കറി കേട്ടോ. അങ്ങോട്ട് താഴത്തേക്ക് വെച്ചു. ഇവിടെ ഒരാഴ്ചക്കുള്ളതാണ്. ഇതിന് കഴുകിയിട്ട് ഞാൻ ഓരോ പാത്രത്തില് ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കും. കഴുകി എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചന്തയിൽ പോയി കഴിഞ്ഞാൽ പച്ചക്കറി വാങ്ങിയാൽ ചിലപ്പം ചീറ്റാലൊക്കെ അടിച്ചിട്ട് പച്ചക്കറി ലെവലാവും കേട്ടോ. ഇതാ നല്ല ഫ്രഷ് മല്ലിയിലൊക്കെ കണ്ടോ. രസം ഉണ്ടാക്കാൻ രസം ഉണ്ടാക്കാലോ. രസത്തിൽ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ഗ്രീൻ പീസൊക്കെ കടലയൊക്കെ കറി വയ്ക്കുമ്പോഴും ഒക്കെ ഇടാറുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കില്ലേ, ബിരിയാണി ഇല്ല തക്കാളിച്ചോറ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കും. ഇതൊരു ഡപ്പയിലാക്കിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. പച്ചക്കറിയേ ഇപ്പോഴൊക്കെ വില കുറവ്. ഓണസമയം ആവുമ്പോൾ കാണാം പച്ചക്കറിയുടെ ഒക്കെ വില. ഇപ്പൊ വില കുറവൊന്നുമില്ല കേട്ടോ. നമ്മള് നല്ല വില ഉണ്ടാവും. ചെറിയുള്ളി നാളെ അവിയലുണ്ടാക്കണം. കുറേ ദിവസമായി അവിയലുണ്ടാക്കണം വിചാരിച്ചു. പടവലങ്ങ എനിക്കിഷ്ടാട്ടോ ഈ പടവലങ്ങയും പരിപ്പും കറി വെക്കുന്നത്. മുരിങ്ങക്കായ
ക്യാരറ്റ് പെടുന്ന എപ്പോഴും ക്യാരറ്റ് ബീട്രൂട്ട് ഇതുണ്ടാവും. ക്യാരറ്റും ബീട്രൂട്ടും ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. ക്യാരറ്റ് എന്തായാലും പകുതിക്ക് പച്ച തന്നിട്ട് തന്നെ കളയും. പകുതി പച്ച കളയല്ല തീരും. തിന്നും. കളയില്ല. ജ്യൂസ് അടിക്കാൻ ഇവർക്ക് ഇഷ്ടാട്ടാ. അങ്ങോട്ട് കൊണ്ടേക്ക് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കൊണ്ടേക്കാണ്. കഴുകണം. എന്നിട്ട് ചെറിയ കക്കരിക്ക കൈപ്പയ്ക്ക കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന കൈപ്പയ്ക്ക ഉണ്ട് ഇരിക്കും. പിന്നെ ദിവസം എവിടെ കൈപ്പയ്ക്ക അല്ലട കുഞ്ഞു വഴുതനങ്ങ കണ്ടോ ചന്തയിൽ പോയി കഴുകിട്ട് വെക്കാം. കോവയ്ക്ക ഉണ്ട്. ഇതാ കക്കരിക്ക എനിക്ക് തോന്നുന്നു വഴുതനങ്ങയുടെ അറിയാതെ പെട്ടാണുണ്ട്. അതന്നെ തോന്നുന്നുണ്ട്. ഈ പൊന്തങ്കായ ഒരു ദിവസം കായപ്പേരി ഒക്കെ ഉള്ളതുണ്ട്. കഴുകി നല്ലപോലെ കഴുകി. പൊന്തങ്കായ വഴുതനങ്ങ അച്ഛന്മാര് ഇവിടെ നമ്മള് വഴുതനങ്ങ അല്ലേ ഉപ്പേരി അച്ഛനാ മാത്രമേ കൂട്ടുള്ളൂ. വേറൊരു മനുഷ്യന്റെ ചെറിയുള്ളിയാണ്. വെല്ലുള്ളി ഇല്ല. കണ്ടോ വെല്ലുള്ളിക്ക് വില കൂടുതലാ. അതിന് വില കൂടുതലാ. ഞാൻ രാവിലെ വാങ്ങിയല്ല 56. വെല്ലുള്ളി ഇല്ല. ഇഞ്ചി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇല്ല. വെളുത്തുള്ളിക്ക് വില കൂടുതലാവുന്നുണ്ട്. ഞങ്ങള് തിങ്കളാഴ്ച പോകുമ്പല്ലേ പച്ചക്കറി വാങ്ങും കേട്ടോ. പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞാലും നമ്മള് പിന്നെ മുരിങ്ങ കറുപ്പിൻകായ ഒക്കെ വെക്കും. എന്താ നമ്മൾക്ക് രാവിലെ ഉപ്പേരി വെക്കാനാണ് പറഞ്ഞ തന്നെ ദിവസം ഈ പച്ചക്കറി കഴിക്കാൻ പറ്റണ്ടേ? കഴിക്കാനും പറ്റണ്ടേ? അപ്പൊ ഒരു ചീര അങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ വേണം. ദിവസം ഈ പച്ചക്കറി ഇതിങ്ങനെ എന്തൊക്കെ ഇട്ട് വെച്ചാലും നമ്മള് പച്ചക്കറി വെച്ചാലും പറ്റില്ല. അത് ശരിയാണ്. തക്കാളിക്ക് മാറ്റി വെച്ചിട്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി. നാളെ മുട്ടക്കോസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാബേജും ബീൻസും ക്യാരറ്റും പാടെ ഉപ്പേരി വെക്കും കേട്ടോ. അപ്പൊ അത് നാളെ കുട്ടികൾക്ക് അങ്ങനെ ഒരു രസമല്ലേ. പിന്നെ ഇതാ എനിക്കും അനിയനും ഇഷ്ടമുള്ള സാധനം കേട്ടോ കൊത്തമരയ്ക്ക എൻ്റെ ഫേവറേറ്റ് ആണ്. കൊത്തമരയ്ക്ക കോവയ്ക്ക ഒക്കെ അത്രയുണ്ട്. ചെറിയുള്ളിയൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പച്ചക്കറി ഒന്ന് മെല്ലെ മാറ്റിയിട്ട് വേണം ആ കൂടെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം ഇനി അതിൽ വെക്കാൻ. തക്കാളി ഉണ്ടോ നല്ല പഴുത്ത തക്കാളിയിലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ കായപ്പേരി. കണ്ടോ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതില് കൈപ്പയ്ക്കല്ലേ ഇത് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന കൈപ്പയ്ക്കാണ് കേട്ടോ. കൈപ്പയ്ക്ക ഇവിടെ അധികം അത്ര ഇഷ്ടമല്ല. ഞാൻ കൈപ്പയ്ക്ക സാമ്പാർ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കൈപ്പയ്ക്ക സാമ്പാർ ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു കൈപ്പയ്ക്ക ഈ ഒരു കുഞ്ഞ് കൈപ്പയ്ക്കും കൂടി ഇട്ടിട്ടേ നമുക്കില്ലേ വറുത്തെടുക്കാം കേട്ടോ. വറക്കുമ്പോ കുട്ടികൾക്കും ഇഷ്ടം ഉണ്ടാവില്ലേ? ഏട്ടനും ഇഷ്ടല്ല. ഞാൻ കഴിക്കുമ്പോ കുട്ടികൾ കഴിക്കണ്ടേ? ഇതിപ്പോ 2 ഒന്ന് മതിയോ? അതന്നെ ധാരാളം. അച്ചാറുണ്ടാക്കാതെ മറ്റേത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അല്ലേ കൈപ്പയ്ക്കയും കൊണ്ട്. ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി. പൊന്നു ഇതെവിടേക്കതുകൊണ്ട് എവിടേക്ക് പോണ്? അതട്ടു. അയ്യോ ഞാന് വടി എടുത്ത ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതൊന്ന് കഴുകട്ടെ വിചാരിച്ചിട്ട് നോക്കിയിട്ട് കഴുകലൊന്നും നടക്കില്ല. അവന്റെ കഴിഞ്ഞില്ലേ സൂര്യ പോയി എടുത്തേച്ചാ പൊന്നു വടി അതട്ടു. അതവിടെ എവിടെ വടി ഞാൻ വാണ്ട കൊണ്ടുവയ്ക്ക് ഇവിടെ അടുക്കള കൊണ്ടുവയ്ക്ക്. അങ്ങനെ ഇപ്പൊ തന്നെ അനുസരണ ഇല്ലാതെ കൊണ്ടുവയ്ക്ക അവിടെ താഴെ വെക്ക്. വാണ്ട എടുത്തല്ലേ അതാ വണ്ടി ചക്ക വണ്ടി. എന്താത് പൊന്നു? എന്താത്? തരില്ല. ഇത് കഴുകാളല്ലേ ടാറ്റാ പൊന്നു. ടാറ്റാ. പുതിയ പൊന്നു ടാറ്റ ആളെ പോയി.
പുതിയ ലൈറ്റും കൊണ്ട് ഉദ്ഘാടനം. ഏട്ടാ കണ്ട മീന് മുള്ളം പോലത്തെ ഒരു മീനാട്ടോ, കണ്ടോ? ഒരു രൂപമില്ലാത്തൊരു മീനാണ്, ഒരു ടേസ്റ്റും ഇല്ല സാധനം. ഞാൻ കഴിച്ചു നോക്കിയിട്ടേ ഇല്ല കേട്ടോ, ഇന്നലെ കൊണ്ടുവന്ന്. അതുകൊണ്ടല്ല മീന് ഒട്ടും പറ്റിയില്ല. ഈ മീന് എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തത് എന്താണെന്ന് അറിയാലോ. അതല്ല ഏട്ടാ, ഒരു കാര്യം പറയട്ടെ. എന്താ ഞാനേ മീൻ കഴിക്കാൻ ഞാൻ എന്താണെന്നറിയോ, ഞാൻ അമ്പലത്തിൽ പോണെന്ന് വിചാരിച്ച് മീൻ കഴിച്ചില്ല. ലാസ്റ്റ് അമ്പലത്തേക്ക് പോവുകയും ചെയ്തില്ല. മുറിയോ? അയ്യോ എങ്ങനെയമ്മാ ഇവിടെ? അയ്യോ അമ്മ കൊണ്ടാട്ടം വറുത്ത് നല്ല വലുതോ? അമ്മ ഇത് വറുത്തിട്ട് നോക്കാട്ടോ. ഇന്നത്തോടെ മീൻ കഴിഞ്ഞാൽ മതിയൊന്നു. ഇന്നലെ വാങ്ങിയ മീനത്. എന്തോ ഒരു ബേക്കറി കൊണ്ടുവന്നത്. ഇവിടെ എപ്പോഴും വാങ്ങുന്ന ഒരു സാധനമാണ് കേട്ടോ, പഴുത്ത കായല്ലേ, പഴുത്ത ചിപ്സ്. അത് എപ്പോഴും വാങ്ങിട്ട് വരും. നാളെ അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ കൊടുക്കണ്ട. പൊട്ടിച്ചിട്ടില്ല, എപ്പോഴും വാങ്ങും കേട്ടോ. ഇതിവിടെ ഇല്ലാത്ത ഒരു അധികം എല്ലാവർക്കും വേണം പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കിത് ഇങ്ങനെ പച്ചക്കായും കൊണ്ടുള്ളത് ഇഷ്ടം. ഇവർക്കൊക്കെ മക്കൾക്കൊക്കെ മധുരം ഭയങ്കര ഇഷ്ടല്ലേ. നീ വേണ്ടത്ര ഒരു മീനെങ്കിലും കഴിക്കോ? ഒരു മീൻ കഴിക്കില്ല പറഞ്ഞാലോ. ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട്. എന്തോ പോലത്തെ ടേസ്റ്റ്. അല്ല ഇതിപ്പോ എരിവ് ഉപ്പൊക്കെ പിടിച്ചിട്ടില്ലേ, അത് നീ വാങ്ങി കൊണ്ടുവന്നിട്ടുമ്പോഴല്ലേ കഴിച്ച്. പുള്ളിയില്ല, ആ അച്ചാറ് പൊട്ടിക്കോ. മോരവിടെ കുട്ടിയെന്ന് മോരുണ്ട്. ഇല്ല ഉണ്ട്, മോരുണ്ടേട്ടാ. രാത്രി മോര് കൂട്ടണ്ടേ? അത് രാത്രി കൂട്ടാൻ പാടില്ലേ. ഇവിടെ മോരില്ലാതിരുന്ന പരിപാടി. മോര് കൂട്ടാൻ രാത്രി കൂട്ടാൻ പാടില്ല ഏട്ടാ. വേറൊന്നും ഇല്ലെങ്കിലും ഇവിടെ സമ്മതിക്കില്ല. ഇവിടെ ഉള്ളവർക്ക് മോര് വേണം, നിർബന്ധമാണ്. വേണ്ട, രാത്രി മോര് കൂട്ടാൻ പാടില്ല. എന്തായി? വറുത്ത് ചേർന്നു, നല്ല മുരുമുരേനായിട്ടുണ്ട് കേട്ടോ. ഏട്ടനിഷ്ടല്ല അത്? എനിക്കിഷ്ടം എങ്ങനെയൊന്നല്ലേ, എനിക്കിഷ്ടം കൊണ്ടാട്ടാക്കിയിട്ടാണ്. എനിക്ക് ഇങ്ങനെ അത് ശരിയാണ്, പക്ഷെ ഇതൊരു ടേസ്റ്റ് ആണ് കേട്ടോ, അല്ലേ? അങ്ങോട്ട് ചോറ് വിളമ്പിക്കോ അമ്മോ, ചോറ് വിളമ്പിക്കോ. കുഞ്ഞിന് ചോറ് കൊടുക്കാനേ കൊണ്ടാട്ടം വറുക്കട്ടെ കേട്ടോ. വിശക്കുന്നത് ചോറ് വിളമ്പിക്കോ. എന്നാ കുട്ടികൾ ചോറ് കൊടുത്തിട്ട് മതി, ബാക്കി ഉണ്ടാക്കാം. പാന്റ് കൂടെ ചളിയോ? ചളിയല്ലാതില്ലേ? ആരെങ്ങനത്തെ പാന്റ് ഒക്കെ ഇട്ടുകൊടുത്ത് കുട്ടിക്ക്? അച്ചുട്ടി വാ കുഞ്ഞാ. അവന് ഇപ്പൊ വേണ്ടാത്ര അച്ചു, ചോറ് കഴിക്കൂട്ടി. കുഞ്ഞാ നിനക്ക് എന്താ വേണ്ടേ? ചോറ് എടുത്താതാ, കഞ്ഞി മതിയോ? അതാ മീൻ വറുത്തത് കൂട്ടെ. കുഞ്ഞാ നിനക്ക് എന്ത് കൂട്ടിയിട്ട് ചോറ് വേണ്ട? കഞ്ഞിവെള്ളം വേണ്ടേ? എന്ത് ചുക്കുവെള്ളം ഒഴിക്കേ? സോയാബീന് കഴിഞ്ഞടാ. എന്നാ ചോദിച്ചോ. ഏട്ടാ സോയാബീൻ അത്ര കുഞ്ഞിന് വേണ്ട. സോയാബീൻ കഴിഞ്ഞേ. കഞ്ഞീര് ഒരു തേങ്ങാക്കൂടെ ഇടുട്ടോ. നിങ്ങൾക്ക് വേണ്ടി തന്നെ മോരുണ്ടാക്കണത്. രാത്രി മോര് കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഫ്രിഡ്ജിലുണ്ട് എടുത്തോ. ഞാൻ പറഞ്ഞിട്ട് നാളെ എടുത്തോ. എന്താണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാം. എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെ പറയില്ലല്ലോ. ഇത് അച്ചു കണ്ടുപിടിച്ച ചോറാണ് കേട്ടത്. ഇനി ഇതില് കുഞ്ഞനും ഉണ്ടാവും ഷെയർ. അപ്പൊ നിങ്ങൾക്ക് 2 പാത്രത്തിൽ എടുത്താ പോരല്ലേ?
ഓ കഴിച്ചോളൂ കഴിച്ചോളൂ. ബിരിയാണി തിന്നും പോലെ കുഞ്ഞും തിന്നണല്ലേ? അതാ എണീറ്റ്. എന്താണ് ഉപ്മാവോ? തുണിയോ എന്തിന്? നിങ്ങളുടെ വയറിനറിയത്ത് അടിച്ചു തുടയ്ക്കാം. പുറത്തു കൂടെ പോകണല്ലേ, അത് തുടച്ചാ പോവില്ലേ? ചീത്ത പറയോ? എങ്ങനെയെങ്കിലും വയർ നിറച്ച് കഴിക്ക്, പുറത്തു കൂടെ പോണ നോക്കണ്ട. എങ്ങനെയുണ്ട്? നീ എന്താ കഴിക്കണത്? രസമുണ്ടോ? ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ. രാവിലെയൊക്കെ പലഹാരം ഉണ്ടെങ്കിലും കൂടി അവരും അച്ഛൻ മാത്രമേ ഇതിൽ ചേരുള്ളൂ. വേറെ ആരും ഇതിൽ കൂട്ടപ്പെടുത്തിയില്ല. അവര് രണ്ടുപേരും മാത്രമേ അങ്ങനെയുള്ളത് ചെയ്യുള്ളൂ. കണ്ടോ എന്താ അവരുടെ കഴിക്കല്. അപ്പോൾ മക്കളിലൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾ കഴിക്കണം. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പപ്പൂന്. അതിൻ്റെ മുമ്പ് പപ്പൂന് കൊടുക്കട്ടോ. എന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വീതനയും ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ചിട്ടിട്ട് കിടക്കും. എന്നാൽ പിന്നെ രാവിലെ നമുക്ക് നീച്ച് വരുമ്പോൾ നല്ലൊരു വൃത്തിയിൽ വേഗം അടുക്കളയിൽ കയറുമ്പോൾ അടുക്കളയൊരു ഭംഗിയായില്ലേ. അപ്പോൾ കറണ്ട് പോയാൽ മാത്രം നമ്മൾ കഴുകില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ടല്ലേ പാത്രം കഴുകുക. അപ്പം എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഞാൻ പറയും ഞാൻ കഴുകില്ല, രാവിലെ കഴുകാന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.